ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. പച്ചക്കറികളൊക്കെ നടാൻ തുടങ്ങുകയാണ്. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് പച്ചക്കറി തൈകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പാവൽ, തക്കാളി, പച്ചമുളക്, പീച്ചിൽ ഇതെല്ലാം വാങ്ങിച്ചു. അപ്പം ഞാൻ കുറച്ച് ഗ്രോ ബാഗിലോട്ട് നമ്മുടെ തക്കാളി തൈ നടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഉള്ള ഗ്രോ ബാഗ് തന്നെയാണ്. ചിലതൊക്കെ കീറിയിട്ടുണ്ട്. അതിനകത്ത് വേറെ ചെറിയൊരു ഗ്രോ ബാഗൊക്കെ വെച്ചിട്ട് അതിനകത്ത് മണ്ണ് നിറച്ച് 2 വെച്ചിട്ടാണ് ഞാൻ നട്ടത്. നേരത്തെ ചട്ടിയൊക്കെ ഒതുക്കിയ മണ്ണൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ കുമ്മായം ചേർത്ത് 2-3 ദിവസം വെച്ചിരുന്നതാണ്. അപ്പോൾ ഗ്രോ ബാഗിൻ്റെ അടിയിൽ നമ്മൾ കരിയില ഇടാം. 5 എണ്ണത്തിനകത്ത് ഞാൻ കരിയിലയാണ് ഇട്ടേക്കുന്നത്. അത് തേക്കിൻ്റെ ഉണങ്ങിയ കരിയിലയാണ്. പിന്നെ ഒരെണ്ണത്തിനകത്ത് നമ്മൾ വേസ്റ്റ് പോച്ചയൊക്കെ പറിച്ചത് അതെല്ലാം കൂടെ അടിവശത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരെണ്ണത്തിനകത്ത് നമ്മൾ കൊന്നയുടെ ഇലയില്ലേ, ചീമക്കൊന്ന, അതാണ് നിറച്ചേക്കുന്നത്. അടിവശത്ത് നമ്മൾ മൊത്തം മണ്ണിടാതെ വേണ്ട വേസ്റ്റായിട്ടുള്ള കരിയില, പിന്നെ ചകിരി അതൊക്കെ ഇടാം. പിന്നെ ചെറിയ തൈ ആയതുകൊണ്ട് ഒരുപാട് വളമൊന്നും വേണ്ട ഇതിന്. ഞാൻ 2 തൈ നടാനുള്ളതിനകത്ത് കുറച്ച് ചാണകപ്പൊടി മാത്രം ഇട്ടിട്ടുണ്ട്. ചിലപ്പോൾ ചൂട് കൂടി ചെവിടൊക്കെ അഴുകിപ്പോകാനുള്ള ചാൻസൊക്കെ ഉണ്ട്. പിന്നീട് നമ്മൾ ലിക്വിഡായിട്ടുള്ള വളം ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. 6 എണ്ണം വലിയ ഗ്രോ ബാഗാണ്. അതിനകത്ത് 2 തൈകൾ നല്ല സ്പേസ് ഉണ്ട് വളരാനായിട്ട്. ഇത് വലിയ തക്കാളി, ഹൈബ്രിഡ് തക്കാളിയാണ്. നമ്മൾ ചീമക്കൊന്നയുടെ ഇലയൊക്കെ എപ്പോഴും നല്ലതായി. തക്കാളിയെ ബാധിക്കുന്ന നിമാവര പോലുള്ള അതിനൊക്കെ ചീമക്കൊന്നയുടെ ഇല ഏറ്റവും നല്ലതാണ്. ചീമക്കൊന്നയൊക്കെ എനിക്കിഷ്ടം പോലെ ഉണ്ട്. അത് ഞാൻ കുറേ ഇലയൊക്കെ അതിനകത്തിട്ട്. ഇത് ചെറിയ ഗ്രോ ബാഗാണ്. എന്നാലും നിറച്ച് 3/4 ഭാഗത്തോളം മണ്ണിട്ടിട്ട് ഞാൻ 2 തൈ വീതം നട്ടിട്ടുണ്ട്. എല്ലാവരും കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടോ? ഞാൻ ഓണത്തിന് മുന്നായിട്ട് ഓണത്തിന് ഇച്ചിരി കുറച്ചൊക്കെ പറിക്കത്തക്ക രീതിയിൽ നേരത്തെ കൃഷിയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം അതിന് പറ്റിയില്ല. അപ്പോൾ ഓണം അടുക്കാറായി. അപ്പം ഞാൻ നമ്മുടെ മീൻ കുളത്തിൽ നിന്നാണ് ഇതിനൊക്കെ ഞാൻ വെള്ളം കോരി ഒഴിക്കുന്നത്. ഉണക്ക സമയത്തൊക്കെ ഏറ്റവും നമുക്ക് നല്ലതായിരിക്കും. കുളത്തിനകത്ത് മീനും ഉണ്ട്. അതിനകത്ത് വെള്ളം നിറച്ചിട്ടാൽ ഒരുപാട് അമോണിയ ചേർന്ന വെള്ളമല്ലേ, മീനിൻ്റെയൊക്കെ വേസ്റ്റ് ചേർന്ന വെള്ളം. അപ്പം ചെടികൾക്കും ഏറ്റവും നല്ലതായിരിക്കും. അപ്പം കായകളും പൂക്കളും ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കും. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.